പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊൽക്കത്തയിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസിൽ ഇപ്പോൾ മുൻ പ്രിൻസിപ്പലിനെ CBI ചോദ്യം ചെയ്തു. വനിതാ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മെഡിക്കൽ കോളേജ് അടിച്ചു തകർത്ത കേസിൽ 6 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾക്ക് കൊലക്കയർ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിൽ പദയാത്രയും നടത്തി. കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിൽ അക്രമികൾ അതിക്രമിച്ചു കയറുകയും സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയും ചെയ്ത എമർജൻസി വിഭാഗത്തിന് മുന്നിലാണിപ്പോൾ റിപ്പോർട്ടർ TV സംഘമുള്ളത്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. അത്യാധുനിക സാധനങ്ങൾ വരെ, സാമഗ്രികൾ വരെ അക്രമി സംഘം അടിച്ചു തകർത്ത ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൊൽക്കത്ത പോലീസ് എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അതുതന്നെയാണ്. വളരെ ക്രൂരമായ രീതിയിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി സെമിനാർ ഹാളിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അവിടുത്തെ തെളിവുകൾ പോലും മായ്ക്കത്തക്ക രീതിയിൽ ഒരു അതിക്രമം നടക്കുക, ആ അതിക്രമത്തെ ന്യായീകരിക്കുക, ആ അതിക്രമം നടത്തുന്നതിന് പിന്നാലെ ആശുപത്രി അധികൃതരടക്കമുള്ളവർ ആ കൊലപാതകത്തെ ആത്മഹത്യയായി ചിത്രീകരിക്കുക, തെളിവുകൾ നശിപ്പിക്കുന്ന വേഗതയിൽ തന്നെ അതേ രീതിയിൽ തന്നെ സംഭവം നടന്ന സ്ഥലം പൂർണ്ണമായും അറ്റകുറ്റപ്പണിക്ക് വിധേയമാക്കുക. എന്താണ് കൊൽക്കത്തയിൽ നടക്കുന്നത്? ഇന്ന് ഹൈക്കോടതി ചോദിച്ച ചോദ്യം, ആരോഗ്യ മേഖലയും ആശുപത്രിയും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കട അടച്ചു പൊക്കൂടെ എന്നാണ്. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. റിപ്പോർട്ടർ വാർത്താ സംഘം കൊൽക്കത്തയിൽ RG കാർ മെഡിക്കൽ കോളേജിൽ ഇന്ന് കണ്ട കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി എത്തിക്കാം. അതിനു മുമ്പ് ആദിൽ പാലോടിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആദിൽ പാലോട്, വെരി ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഡൽഹിയിലെ നിർഭയയുടെ മാതൃകയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ പെൺകുട്ടിക്ക് നീതി വേണം. ആ അച്ഛൻ്റെ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. എൻ്റെ മകളെ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപരിഹാരമല്ല ആവശ്യം, സാമ്പത്തിക പണം ഞാൻ വാങ്ങിയാൽ അതിൻ്റെ മകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവൾക്ക് വേണ്ടത് നീതിയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ അവൾക്ക് എങ്ങനെ നീതി കിട്ടും? ആദിൽ പാലോട്, ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നില്ലേ RG കാർ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ? ഉറപ്പായും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം എനിക്ക് പിന്നിൽ ഈ കാണുന്ന പ്രതിഷേധിക്കുന്ന വനിതാ ഡോക്ടർമാർ ഉയർത്തുന്ന ചോദ്യവുമുണ്ട്. എങ്ങനെ വിശ്വസിച്ച് ഈ ആശുപത്രിയിൽ അല്ലെങ്കിൽ മറ്റൊരു ആശുപത്രിയിൽ സുരക്ഷിതമായി ജോലി ചെയ്യാനാകുമെന്ന ചോദ്യമുയർത്തിയാണ് ഈ കാണുന്ന വനിതാ ഡോക്ടർമാരടക്കമുള്ള ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഈ RG കാർ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ചെറിയൊരു പന്തൽ കെട്ടിയാണ് ഈ പ്രതിഷേധം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന മെഡിക്കൽ കോളേജ് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കെട്ടിടത്തിലെ 4ാം നിലയിലെ സെമിനാർ ഹാളിലാണ് വനിതാ ഡോക്ടർ PG ഡോക്ടർ അതിക്രമത്തിനിരയായത്. അതിദാരുണവും ക്രൂരവുമായ ബലാത്സംഗവും പിന്നീട് മരണത്തിലേക്കും നയിച്ച പീഡനവും നടന്നത്. ഇതിൽ ആരൊക്കെയാണ് പ്രതി എന്നതുപോലും ഇതുവരെ ഒരാഴ്ച പിന്നിടും പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണ് ഈ മരിച്ച പെൺകുട്ടിയുടെ പിതാവിനെയും രാജ്യത്തെ ആകെയും ഉള്ളുലയ്ക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഒരു പ്രതി മാത്രമാണ് CBIയുടെ കസ്റ്റഡിയിലുള്ളത്. അത് സഞ്ജയ് റോയ് എന്ന സിവിൽ പോലീസ് വോളണ്ടിയറാണ്. ഇതിൽ കൂടുതൽ ഒരു കൂട്ടബലാത്സംഗം നടന്നു എന്നത് തെളിയിക്കുന്ന പല സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടുകൂടി എന്തുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയരുന്നു. ഒപ്പം പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നു, CBIയുടെ അന്വേഷണം മറ്റൊരു വശത്ത് നടക്കുന്നു. ഇന്ന് ഈ അരുൺ പറഞ്ഞതുപോലെ ഈ പരിശോധനയുടെയും ഈ സംഭവം നടന്നുള്ള അന്വേഷണത്തിന്റെയും ആദ്യഘട്ടത്തിൽ തന്നെ പിഴച്ചു എന്നത് വ്യക്തമാണ്. വീട്ടുകാരെ ഈ ആശുപത്രിയിൽ നിന്ന് ആശുപത്രി അധികൃതർ ആദ്യഘട്ടത്തിൽ അറിയിച്ചത് പെൺകുട്ടിയുടേത് ഒരു ആത്മഹത്യയാണ് എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ അറിയിച്ചു? പിന്നീട് നടന്ന തെളിവുകൾ നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, തെളിവുകൾ മായ്ക്കാനുള്ള ശ്രമങ്ങൾ, അത് എങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഇനിയും വ്യക്തത വേണം. CBI അന്വേഷണം നടക്കുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ എമർജൻസി വിഭാഗം അടിച്ചു തകർക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു. അടിച്ചു തകർത്ത അത്യാധുനിക വൈദ്യ ഉപകരണങ്ങൾ വരെ അടിച്ചു തകർത്ത ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ നിലയിൽ തെളിവ് നശിപ്പിക്കാൻ ഒരു വലിയൊരു സംഘം ആളുകൾ ഇവിടെ എത്തി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നു. 25 പേരെയാണ് ഇന്ന് 6 പേരെ കൂടി അറസ്റ്റ് ചെയ്തപ്പോൾ ആകെ 25 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൽക്കത്ത പോലീസിന്റെ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് കാരണക്കാരനായി പോലീസിന് മുന്നിലും CBIക്ക് മുന്നിലും ഇപ്പോൾ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. അത് ഈ സഞ്ജയ് റാവു എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസറാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലും CBI കസ്റ്റഡിയിലുമുള്ളത് അല്ലേ?
ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ മാത്രമാണ്, സഞ്ജയ് റോയ് എന്ന പേരുള്ള സിവിൽ പോലീസ് വോളണ്ടിയർ മാത്രമാണ് CBIയുടെയും പോലീസിന്റെയും ഒക്കെ കസ്റ്റഡിയിലുള്ളത്. CBI ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ബാക്കി 25 പേർ ഈ അടിച്ചു പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അരുൺ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഒരു വലിയൊരു ആൾക്കൂട്ടം വന്ന് ആശുപത്രി അടിച്ചു തകർക്കുക, ആശുപത്രിയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുക. ഇവിടെയുള്ള ഒരു ഗേറ്റാണ് ഈ കാണുന്നത്, അടിച്ചു തകർത്ത്, അതും അക്രമാസക്തമായി. ഇവിടെയുള്ള കസേരകൾ അടിച്ചു തകർക്കുന്നു, ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ഉപകരണങ്ങളും അടിച്ചു തകർക്കുന്നു, ഇവിടെയുള്ള ചില്ല് ജനാലകൾ അടിച്ചു തകർക്കുന്നു. ഈ ആശുപത്രി തന്നെ തകർക്കാനെന്ന വണ്ണം വലിയൊരു സംഘം ഇവിടെ എത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. നമ്മൾ ഈ രാജ്യത്ത് ഇത് എങ്ങനെ നടക്കുമെന്ന ചോദ്യം കൂടി ഉയരുന്നൊരു പശ്ചാത്തലമുണ്ടായി. ഇതിനൊക്കെ പുറമെ ഇപ്പോൾ ഈ പിതാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, രാജ്യം ഒന്നാകെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആര് എന്ന ചോദ്യം, ഒപ്പം ഒരാൾക്ക് മാത്രമായി അതിൽ നമുക്ക് ഡോക്ടർ വൈശാഖ വാസുദേവിലേക്ക് ഒന്ന് പോകണം. അതിൽ വൈശാഖ വാസുദേവിനെ കണക്ട് ചെയ്യൂ. വൈശാഖയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കും. RG കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറാണ് ഡോക്ടർ വൈശാഖ വാസുദേവ്. ഇന്നലെ വൈകുന്നേരം, എനിക്കൊന്ന് മെനഞ്ഞാന്ന് വൈകുന്നേരമാണെന്ന് തോന്നുന്നു, ഡോക്ടർ വൈശാഖ വാസുദേവ് എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. ഇവിടെ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്, ആരും കാര്യങ്ങൾ ഇവിടെ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യുന്നില്ല, വലിയ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, ഞങ്ങളടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് വളരെ ബുദ്ധിമുട്ടും സുരക്ഷാ ഭീഷണിയുമുണ്ട് എന്ന് ഡോക്ടർ വൈശാഖ വാസുദേവ് ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു. ഡോക്ടർ വൈശാഖ വാസുദേവ് അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. ഡോക്ടർ ഉണ്ണിയാർ പിള്ള മെഡിക്കൽ PG അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. ഡോക്ടർ ശ്രീജിത്ത് കുമാർ IMAയുടെ ആക്ഷൻ കമ്മിറ്റി ദേശീയ കൺവീനറുമാണ്. നമുക്ക് ആദ്യം ഡോക്ടർ ഉണ്ണിയാർ പിള്ളയിലേക്ക് പോകാം. നാളെ മെഡിക്കൽ PG അസോസിയേഷൻ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ IMAയും 24 മണിക്കൂർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ ഏറെക്കുറെ നിശ്ചലമാകും. എമർജൻസി വേണ്ടുന്ന മെഡിക്കൽ കെയർ ഒഴിച്ച് ബാക്കിയൊന്നും നാളെ ലഭ്യമാവില്ല. അതുകൊണ്ട് നാളെ സംസ്ഥാനത്തെ ആശുപത്രികളിൽ നിങ്ങൾക്ക് അത്യാവശ്യമല്ലെങ്കിൽ നിങ്ങൾ ചികിത്സയ്ക്ക് പോകാതിരിക്കുക. കാരണം നാളെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് IMAയുടെ നേതൃത്വത്തിലുള്ള IMAയുടെ അംഗങ്ങളായിരിക്കുന്ന ഡോക്ടർമാരും ഒപ്പം തന്നെ ജൂനിയർ ഡോക്ടർമാരും നാളെ പൂർണ്ണമായും പണിമുടക്കും. 24 മണിക്കൂർ പണിമുടക്കിനാണ് IMA ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ രാത്രിയിൽ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെയുള്ള സമയമാണ് ഇപ്പോൾ സമരത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ആശുപത്രി സേവനങ്ങൾ മുടങ്ങും എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. ഡോക്ടർ ശ്രീജിത്ത് കുമാർ IMA ആക്ഷൻ കമ്മിറ്റി ദേശീയ കൺവീനറും നമുക്കൊപ്പമുണ്ട്. ഞാൻ ആദ്യം ഡോക്ടർ ശ്രീജിത്തിലേക്ക് പോകുന്നു. ഡോക്ടർ ശ്രീജിത്ത്, നാളത്തെ പണിമുടക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് IMA നടത്തുന്നത്? അത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ആശുപത്രി സേവനങ്ങൾ വലിയ രീതിയിൽ തടസ്സപ്പെടുമോ? ഡോക്ടർ ശ്രീജിത്ത് കുമാർ. നാളെ രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ 6 മണി വരെ, അങ്ങനെ 24 മണിക്കൂറാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശവ്യാപകമായി പ്രതിഷേധം ആചരിക്കുകയും അടിയന്തരമല്ലാത്ത സേവനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യുന്നത്. വിഡ്രോയൽ ഓഫ് നോൺ എസെൻഷ്യൽ സർവീസ് എന്നാണ് IMA അതിനെ വിളിച്ചിരിക്കുന്നത്. ഇതിനുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ IMAയുടെ ദേശീയ ആക്ഷൻ സമിതി യോഗവും എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ യോഗവും അതുപോലെ IMAയുടെ തന്നെ ജൂനിയർ വിഭാഗമുണ്ട്, JDN എന്ന് പറയും, ജൂനിയർ ഡോക്ടർ നെറ്റ്വർക്ക്. അപ്പോൾ അവരൊക്കെ വളരെ വളരെ ആശങ്കയിലാണ്, വളരെ വിഷമത്തിലാണ്. ഒരു 24 മണിക്കൂർ സമരം പോലും മതിയാകില്ല എന്നുള്ളൊരു സാഹചര്യമാണ് പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതീവ ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ആക്ച്വലി ഇപ്പോൾ അടുത്ത് വരുന്ന 24 മണിക്കൂറിൽ സമരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പൊതുജനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെന്നത് വസ്തുതയാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് ചെയ്യുന്നു? ഇന്നലെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുമാതിരി മെനഞ്ഞാന്ന് ആശുപത്രി അടിച്ചു തകർക്കുമ്പോൾ ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടർമാർക്കും മാത്രമല്ല അവിടുത്തെ രോഗികൾക്കും ഒക്കെ മർദ്ദനം വെക്കുകയാണ്. അവിടെ ചികിത്സിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഈ ആവശ്യം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരാവശ്യമാണ്. ജനങ്ങൾക്ക് മികച്ച ചികിത്സ ലഭ്യമാകണമെങ്കിൽ ആശുപത്രികളിൽ സമാധാന അന്തരീക്ഷം ഉണ്ടായേ സാധിക്കുള്ളൂ. യുദ്ധങ്ങളിൽ പോലും ശ്രീജിത്ത്, ഇതിപ്പോ വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായ ഒരു വിഷയമാണ്. തൊട്ടു പിന്നാലെ ഉത്തരാഖണ്ഡിലും ഒരു നഴ്സിനെ ഇന്ന് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലാണ് ആ ബോഡി കണ്ടെത്തിയത്. ആ വാർത്തയും ഇന്ന് വന്നിരുന്നു. തീർച്ചയായും ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യവും അവരുടെ സുരക്ഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കേരളത്തിൽ ആശുപത്രികളുടെ സേവനവും സംരക്ഷണവും ഒക്കെ ഉറപ്പാക്കുന്നതിനോടൊപ്പം അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ബില്ലും നമ്മൾ പാസ്സാക്കി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാകുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സുരക്ഷാ സംവിധാനമുണ്ടല്ലോ. അപ്പോൾ കേരളത്തിൽ ഈ സമരം ചെയ്യുന്നത് എന്തിനാണെന്ന്
പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഒരു സംശയം ജനിച്ചേക്കാം. ശ്രീജിത്ത്. ഇപ്പം നമുക്ക് കേരളമെന്നോ അല്ലെങ്കിൽ തമിഴ്നാടെന്നോ അല്ലെങ്കിൽ പിന്നെ ബംഗാളെന്നോ വേർതിരിച്ച് കാണാൻ സാധിക്കുന്ന ഒരു മേഖലയല്ല മേഖല. ഇത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ദേശീയവ്യാപകമായിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ അതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കുറവുണ്ടാകുന്ന രീതിയിൽ സമരത്തിൻ്റെ ആദ്യഘട്ട വിഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല, ഇതിപ്പം ഡോക്ടർമാർ മാത്രമല്ല, പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുക്കേണ്ട രീതിയിലുള്ള ഒരു സമരമാണ്. തുടർച്ചയായ ഡ്യൂട്ടിക്ക് ശേഷം ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ബില്ല് 2023 അവതരിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. വന്ദനാദാസിന്റെ പേര് കൊടുക്കണമെന്നതടക്കം ശശി തരൂർ ഭേദഗതിയൊക്കെ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ പാർലമെന്റ് ആ ബില്ല് പാസ്സാക്കണം, പാർലമെന്റ് നിയമം പാസ്സാക്കണം എന്നാണോ IMAയുടെ ആവശ്യം? തീർച്ചയായിട്ടും ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ദേശീയ തലത്തിൽ തന്നെ ഒരു സെൻട്രൽ വയലൻസ് പ്രൊട്ടക്ഷൻ ആക്ട് വരണമെന്നുള്ളതാണ്. 2019 അതിൻ്റെ കരട് വരികയും കോവിഡിൻ്റെ സമയത്തും മറ്റും അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് പിന്നെ ഇന്ത്യയിൽ 20-ലധികം സംസ്ഥാനങ്ങളിൽ നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരിയുള്ള സംസ്ഥാന തലത്തിലുള്ള ആക്ട് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഒന്ന്, ഇത്തരത്തിൽ ഒരു സെൻട്രൽ ആക്ട് വരണം. രണ്ട്, ഇപ്പോൾ ഈ ഡോക്ടറിൻ്റെ കാര്യം നോക്കൂ, അവർ 36 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ഡ്യൂട്ടി എടുത്തിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വെളുപ്പാങ്കാലം 2 മണിക്കാണ് ഈ അത്യാഹിതം സംഭവിക്കുന്നത്. സെമിനാർ റൂമിൽ എന്തിനാ കുട്ടിക്ക് പോകേണ്ടി വന്നു? അവർക്ക് വിശ്രമിക്കാനുള്ളൊരു മുറി അവിടെ ഇല്ല. RG-കർ പോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ കൽക്കട്ടയിലെ തന്നെ 2ാമത്തെ മെഡിക്കൽ കോളേജാണിത്, ബംഗാളിലെ. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനത്തിൽ പിന്നെ ഡ്യൂട്ടി ചെയ്യുന്ന റെസിഡന്റ്മാർക്ക് പിന്നെ തുടർച്ചയായിട്ട് 24 മണിക്കൂറിലധികം ഡ്യൂട്ടി ചെയ്യുന്ന പെൺകുട്ടികൾക്ക്, ഡോക്ടർമാർക്ക് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമില്ല. ഇത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് ഇതിന്റെ അവസ്ഥ. അത് ഞങ്ങൾ പിന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഡോക്ടർ വൈശാഖ വാസുദേവ് ജൂനിയർ ഡോക്ടറാണ്, RG-കർ മെഡിക്കൽ കോളേജിലാണ്. ഈ ക്രൂരതയ്ക്ക് വിധേയയായ പെൺകുട്ടിയുടെ സഹപാഠി കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ വൈശാഖ വാസുദേവ്, വൈശാഖയുടെ സുഹൃത്തായിരുന്നോ ഈ കുട്ടി? ഡോക്ടർ വൈശാഖ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഡോക്ടർ വൈശാഖയുടെ ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ വൈശാഖയ്ക്ക് കേൾക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ വൈശാഖ വാസുദേവ് ഇതേ RG-കർ മെഡിക്കൽ കോളേജിലെ ഈ ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ സുഹൃത്താണ്. ഡോക്ടർ വൈശാഖ വാസുദേവ് മലയാളിയാണ്, അവിടെ ഒരു PG വിദ്യാർത്ഥിനിയാണ്. ഡോക്ടർ വൈശാഖ വാസുദേവിന് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വിശദീകരിക്കാൻ സാധിക്കും. എന്താണ് അവിടെ സംഭവിച്ചത്? നേരത്തെ ശ്രീജിത്ത് ചോദിച്ച ചോദ്യം പോലെ RG-കർ മെഡിക്കൽ കോളേജ് പോലെ ഒരു കോളേജിൽ ഒരു PG വിദ്യാർത്ഥിനിക്ക് 36 മണിക്കൂർ തുടർച്ചയായിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും സെമിനാർ ഹാളിൽ പോകേണ്ടി വരുന്നു വിശ്രമത്തിന് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ വൈശാഖ, എന്നെ കേൾക്കാമെങ്കിൽ? വൈശാഖ, വെരി ഗുഡ് ഈവനിങ്. എനിക്കറിയാം വൈശാഖയുടെ സുഹൃത്തായിരിക്കാം ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി. നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? നേരത്തെ തമ്മിൽ? യെസ്, എനിക്കറിയാവുന്ന കുട്ടിയായിരുന്നു. പേഴ്സണലി ഒരുപാട് അറിയില്ലെങ്കിലും എൻ്റെ ജൂനിയർ ബാച്ചിലുള്ള വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടിയാണ്. ഡോക്ടർ വൈശാഖ, അന്നവിടെ സംഭവിച്ചത് എന്താണെന്നാണ് വൈശാഖ മനസ്സിലാക്കുന്നത്? വൈശാഖ ഒന്ന് വിവരിക്കാമോ? എന്താണ് സംഭവം? യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താണ്? നമുക്കറിയാവുന്നത് അന്ന് ഓൺ കോൾ ഡ്യൂട്ടിയിലുള്ള കുട്ടിയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി എടുത്തിട്ട് അന്ന് രാത്രി അറൗണ്ട് 2 to 3 വരെ ആ കുട്ടിയെ കൊലീഗ്സിൻ്റെ കൂടെ ഇരുന്ന് ഡ്യൂട്ടിയിലിരുന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് സെമിനാർ റൂമിലേക്ക് പോയതാണ് ആ കുട്ടി. പിന്നെ രാവിലെ ആസ് യൂഷ്വൽ റൗണ്ട്സിനും ജൂനിയർ ഡോക്ടേഴ്സ് ആൻഡ് സീനിയേഴ്സ് എല്ലാവരും വരുമ്പോഴാണ് കുട്ടിയെ ആ അവസ്ഥയിൽ കാണുന്നത്. ദാറ്റ് വാസ് വാട്ട് ഹാപ്പൻ. ഈ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സംശയം എന്താണ് വൈശാഖ? ഇത് ഒറ്റയ്ക്കൊരു സഞ്ജയ് റാവു എന്ന് പറയുന്നൊരു ക്രിമിനലിന് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റിയാണോ? അതല്ല അതിനു പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ ഹോസ്പിറ്റലിൽ അത്തരം സുരക്ഷാ സംവിധാനങ്ങളില്ലേ? 36 മണിക്കൂറൊക്കെ ഡ്യൂട്ടി അവിടെ സാധാരണയാണോ? അവിടെ വിശ്രമിക്കാൻ സെമിനാർ ഹാളല്ലാതെ മറ്റ് സംവിധാനങ്ങളില്ലേ ഡോക്ടർ വൈശാഖ? ഈ പിടിച്ച കൾപ്രിറ്റ് എന്ന് പറയുന്ന സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ ആള് അന്ന് തന്നെ രാത്രി മിഡ് നൈറ്റാണ് ആള് സാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റിയത്.
അന്ന് അപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. കൊൽക്കത്ത പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ കൺവിൻസിംഗ് ആയിട്ട് നമ്മളടുത്ത് കൺവേ ചെയ്തതാണ്. ഇങ്ങനെയാണ് കൺവേ ചെയ്തത്, ദിസ് പേഴ്സൺ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കൂടെ വേറെ ആൾക്കാർ ഇൻവോൾവ് ആണോ എങ്ങനെയൊന്നും ഡീറ്റെയിൽസ് നമ്മളടുത്ത് റിവീൽഡ് അല്ലായിരുന്നു. ലേറ്റർ ഓൺ ഇപ്പോഴത്തെ നമ്മളെ കയ്യിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. സോ വി ഡോണ്ട് നോ ആക്ച്വലി. ബട്ട് ഇപ്പം മീഡിയ ത്രൂ ആണ് നമ്മൾ തന്നെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കും അറിയാവുന്നത്. സോ ഫ്രം ഈ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ആൻഡ് എവറിത്തിങ് മീഡിയയിൽ കൂടെ അറിയുന്നത്. സോ അത് കണ്ടിട്ട് ഇഫ് ഇറ്റ് ഇസ് വൺ പേഴ്സൺ ഓർ മൾട്ടിപ്പിൾ പീപ്പിൾ ഇൻവോൾവ് നമുക്ക് തന്നെ ആക്ച്വലി അറിയില്ല. ഇപ്പം 2 ദിവസമായിട്ട് CBI ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തിട്ട് ബട്ട് സ്റ്റിൽ ടിൽ നൗ വി ഡോണ്ട് ഹാവ് എനി അപ്ഡേറ്റ്സ് റിഗാർഡിംഗ് ദിസ് നമ്മളടുത്ത്. സോ നമ്മൾ മുന്നോട്ട് വെച്ച ഡിമാൻഡ്സിൽ ഒന്ന് ഡെഫിനറ്റ്ലി ഇതാണ്, ലൈക്ക് ഈ പ്രൊട്ടസ്റ്റ് അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ ഈ കുട്ടിക്ക് ജസ്റ്റിസ് കിട്ടുന്നവരെ തീർച്ചയായിട്ടും വൈശാഖ വൈദ്യുതിപ്പിക്കുന്ന സംഭവമാണ് നടന്നത്. വൈശാഖയൊക്കെ പോകുന്ന സെമിനാർ ഹാൾ ആയിരുന്നില്ലേ ഇത്? വൈശാഖയൊക്കെ പ്രസന്റേഷന് പോകുന്ന സെമിനാർ ഹാൾ ആയിരുന്നു ഈ കുട്ടി ആക്രമിക്കപ്പെട്ട സെമിനാർ ഹാളും? അല്ല, ഇത് നമ്മൾ ഓരോ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിൽ അവിടെ സെമിനാർ ഹാൾസ് ഉണ്ടാവും. സോ ഇതെന്ന് പറഞ്ഞാൽ എമർജൻസി ബിൽഡിംഗിൽ ചെസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളിലുള്ള സെമിനാർ ഹാളാണ്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഓരോ റൂംസ് ഉണ്ടാവാറുണ്ട് സെമിനാർ റൂം. ചെസ് ഡിപ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓൺ കോൾ റൂം ഇല്ല. യെസ്, നമ്മളെല്ലാവരും പോകുന്ന വാർഡെല്ലാം അതിന്റെ ഉള്ളിലാണുള്ളത്. ആ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടുണ്ട്. ആൻഡ് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇൻസിഡന്റ് ദിവസമാണ് നമ്മളെല്ലാവരും കാര്യം അറിഞ്ഞതാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് ആയിട്ട് കണ്ടത് അവിടെ പോയതും. ഈ വൈശാഖ, ഒരു സംശയം, ഈ സെമിനാർ ഹാളിലേക്ക് ഇതേപോലെയുള്ള ആളുകൾക്ക് ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ ആണെങ്കിൽ കൂടി സഞ്ജയ് റാവുവിനെ പോലെയുള്ള ഒരാൾക്ക് ഈസിലി ആക്സസിബിൾ ആണോ അവിടെ? അത്തരം സുരക്ഷാ സംവിധാനങ്ങളൊന്നും ആ ഭാഗത്തില്ലേ? ഈ ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തോ എമർജൻസി ബിൽഡിങ്ങിലോ ഒന്നും ഇല്ലേ? ഇദ്ദേഹം അവിടുത്തെ ജോലിക്കാരനായിരുന്നു, ഒരു കോൺട്രാക്ട് പോലീസ് ഓഫീസർ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? എക്സാക്ട്ലി, അതെ. ഫസ്റ്റ് തിങ് ഇപ്പോഴും പല നമ്മുടെ ഉള്ള സ്റ്റാഫിനൊന്നും ഇവിടെ പ്രോപ്പറായിട്ട് യൂണിഫോംസ് ഒന്നുമില്ല. നഴ്സസ് മാത്രമാണ് നമുക്ക്, നഴ്സസും നമ്മൾ ഡോക്ടേഴ്സും ഒക്കെ പിന്നെ നമുക്ക് ഐഡന്റിഫയബിൾ ആണ്. ബാക്കിയുള്ള ഇതുപോലെ കോൺട്രാക്ട് സ്റ്റാഫ്സും ഗ്രൂപ്പ് ഡി ഒന്നും നമുക്ക് ഇവിടെ യൂണിഫോം ID കാർഡൊന്നും ചെക്ക് ചെയ്തിട്ടൊന്നും അല്ല ഉള്ളി വരുന്നത്. സോ സെക്യൂരിറ്റി തിങ് എന്ന് പറഞ്ഞാൽ മേ ബി ഫ്രണ്ട് ഗേറ്റിലുള്ള സെക്യൂരിറ്റീസ് പിന്നെ അലേർട്ട് ആയിട്ടുണ്ടാവാം. സോ യൂഷ്വലി റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ടാവും, മുന്നിൽ അപ്പോയിന്റഡ് ആണെങ്കിൽ പോലും എഫിഷ്യന്റ് ആയിട്ട് മെനി ടൈംസ് നമ്മൾ ലേറ്റ് അവേഴ്സിലൊക്കെ അവർ കിടന്ന് ഉറങ്ങാറാണ് ഉണ്ടാവാറ്. ഐ തിങ്ക് ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. പുറത്തും സെക്യൂരിറ്റി അപ്പോയിന്റഡ് ആണ് ഈ ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര സമയം വർക്ക് ചെയ്യാം, അത് 36 മണിക്കൂറൊക്കെ പണിയെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ വൈശാഖ? That is quite normal here because it is one among the busiest hospitals here in Kolkata. So iതെന്ന് പറഞ്ഞാൽ continuous hours, working hours and all is very common among residents here. Residents and interns, I would say. അവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലേ? ജൂനിയർ ഡോക്ടേഴ്സിന് അങ്ങനെ റൊട്ടേഷൻസോ ചില ഡിപ്പാർട്ട്മെന്റ്സിലുണ്ട്, ചില ഡിപ്പാർട്ട്മെന്റ്സിലില്ല. അൺഫോർച്ചുനേറ്റ്ലി ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ ഈ സെമിനാർ ഹാളിൽ പോയാണോ വിശ്രമിക്കാറ് ഡോക്ടർമാർ? അതെ, ദാറ്റ് വാസ് അന്നുണ്ടായതും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു. നമ്മൾ അവിടെ ഉള്ള റൂംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെമിനാർ റൂമും വേറെ ഒരു സ്ലീപ്പ് സ്റ്റഡി റൂമും ആണ് ഉണ്ടായിരുന്നത്. അത് രണ്ടുമാണ് മാറി മാറി യൂസ് ചെയ്യാറുള്ളതെന്നാണ് അവിടെയുള്ള നമ്മുടെ ഫെല്ലോ കൊളീഗ്സിനടുത്ത് നമുക്ക് അറിയാൻ പറ്റിയത്. ഓക്കെ, ഡോക്ടർ വൈശാഖ, ഈ അപകടം നടന്ന് പിറ്റേന്ന് പുറം ലോകം അറിയുമ്പോൾ ഇതാദ്യം ആത്മഹത്യയാണ് എന്ന രീതിയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നൊരു വേർഷൻ വന്നു എന്ന് കേട്ടു, ശരിയാണോ? യഥാർത്ഥത്തിൽ ആ ബോഡി കാണുമ്പോൾ തന്നെ ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലടക്കം FIR അടക്കം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ആത്മഹത്യയാണ് എന്ന വരുത്തി തീർക്കാൻ എന്തെങ്കിലും ബോധപൂർവമായൊരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ വൈശാഖ? ഇതും ലൈക്ക് ഐ ഹാവ് ഹേർഡ് സോ അതോറിറ്റീസ് അങ്ങനെയാണ് ഇൻഫോം ചെയ്തത്. ഫാമിലിയുടെ അടുത്ത് അങ്ങനെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് ഉണ്ടായത്. വൈൽ ഇൻഫോമിംഗ് ദ ഫാമിലി എന്നാണ് ഞാനും അറിയാനുണ്ടായത്. നിങ്ങളിപ്പോൾ സുരക്ഷിതരാണോ വൈശാഖ? അക്രമം നടന്നു, 7000-ഓളം വരുന്ന ആളുകൾ അവിടെ കലാപത്തിന് അടിസ്ഥാനത്തിലുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്. ഇപ്പോൾ നിങ്ങൾ ഭയക്കുന്നത് എന്താണ് ഡോക്ടർ വൈശാഖ?
we don't know whom to fear. That is the problem. നമ്മൾ on the eve of Independence Day നമ്മൾ ഇവിടെ ഒരു ഫീമെയിൽസ് ഓൺലി UG ഡോക്ടേഴ്സ്, PG ഡോക്ടേഴ്സ്, ഇന്റേൺസ്, നമ്മൾ ഒരുപാട് ഗേൾസ് ഇവിടെ കാൻഡിൽ ലൈറ്റ് മാർച്ച് ടു ദ നിയർ ബൈ ജംഗ്ഷനിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് 11 മണി അറൌണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഒരു വലിയൊരു മോബ് അവിടെ ഫോം ചെയ്ത് കോളേജിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് മൾട്ടിപ്പിൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു ഒന്ന് മാറിത്തരാൻ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പോലീസ് കുറച്ചുപേര് ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പോലീസ് ഒഫീഷ്യൽസിന്റെ അടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, നമ്മൾ കുറച്ചുകൂടെ ഫോഴ്സ് വേണം, ഇത് സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോകുന്നെല്ലാം പറഞ്ഞിട്ട്. ബട്ട് ദേ ഹാഡ് അഷ്യോർഡ് us റിപ്പീറ്റഡ്ലി ദാറ്റ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നത്. പിന്നെ ഓൾ ഓഫ് എ സഡൻ ബാരിക്കേഡ്സ് എല്ലാം ബ്രേക്ക് ചെയ്ത് അവർ കോളേജിന്റെ ഉള്ളിലേക്ക് കയറി വരികയായിരുന്നു. വളരെ സ്കെയറി ഇൻസിഡന്റ് ആയിരുന്നു. നമ്മൾ എല്ലാവരും ഓടി പറ്റുന്ന സ്ഥലത്ത് ഹോസ്റ്റൽസും നമ്മളുള്ള അവൈലബിൾ ആയിട്ടുള്ള റൂംസും ബാത്റൂംസിലും അങ്ങനെയൊക്കെയാണ് ആൾക്കാരെല്ലാം പോയിട്ട് ഒളിച്ച് ഇരിക്കേണ്ടി വന്നത്. വളരെ സ്കെയറി ആയിരുന്നു. നമ്മൾ സ്പെഷ്യലി ഗേൾസ് എല്ലാം ഗേൾസ് ഹോസ്റ്റലിൽ നമ്മൾ അടച്ച് പ്രോപ്പർ ഹോസ്റ്റൽസ് പോലും അടയ്ക്കാൻ ഗേറ്റ് പോലും പ്രോപ്പർ ആയിട്ടുള്ള അടയുന്ന ഗേറ്റ്സ് അല്ലായിരുന്നു. കുറച്ച് പേര് വന്ന് തള്ളിയാലങ്ങ് തുറക്കുന്ന ഗേറ്റ്സ് ആണ് എല്ലാം ഉള്ളത്. ഒരു ഷോറിറ്റി ഇല്ല. ആൾക്കാർ ഉള്ളിൽ കയറി വന്ന് നമ്മളെ കൊന്നു കളയുന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു അന്ന്. ഹോസ്പിറ്റലിലേക്ക് വരുന്നത് നിങ്ങളടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം നൽകുകയല്ലേ അവർ ചെയ്യേണ്ടിയിരുന്നത്? അവരെന്തിനാണ് ഈ ഹോസ്പിറ്റൽ അടിച്ചു തകർക്കാനും നിങ്ങളെ ആക്രമിക്കാനും വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഐറണി അതാണ്. ഇറ്റ് വാസ് സപ്പോസ് ടു ബി ഒരു ജസ്റ്റിസിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു ഇവിടെ. ഇത്രയ്ക്കും ബ്രൂട്ടലി കൊന്ന ഒരു കൊച്ചിനെ, നമ്മളെ കൊലീഗിനെ ബ്രൂട്ടലി ഷി വാസ് റേപ്ഡ് ആൻഡ് കിൽഡ്. ആ ആൾക്ക് വേണ്ടി വി ആർ ഫൈറ്റിംഗ് ഫോർ ജസ്റ്റിസ്. അങ്ങനെ ഒരു സ്ഥലത്താണ് വന്നിട്ട് ഈവൻ ആർ പ്രൊട്ടസ്റ്റിന്റെ സ്റ്റേജും ചെയർ ആൻഡ് എവറിത്തിങ്, നമ്മൾ പ്രൊട്ടസ്റ്റ് ഏരിയയിൽ ഉണ്ടാക്കിയ പ്ലക്കാർഡ്സ് എവറിത്തിങ് വാസ് ഡിസ്ട്രോയിഡ്. എമർജൻസി ബിൽഡിംഗിലൊക്കെ കയറി അവിടെ എമർജൻസി ബിൽഡിംഗ് ഫുൾ ഡിസ്ട്രോയ് ചെയ്തു. വേറെ ഫ്ലോറിൽ കയറി ഡിസ്ട്രോയ് ചെയ്തു. ഡോക്ടർ വൈശാഖ്, എനിക്കറിയാം താങ്കൾക്ക് അവരുടെ അജണ്ട എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതൊരു പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആയ ഒരു ഗ്രൂപ്പ് ആയിരുന്നോ? പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ ഒരു ഗ്രൂപ്പാണെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആക്രമണമാണോ അവിടെ നടന്നിട്ടുണ്ടാവുക? വന്നിരുന്നവരിൽ കൂടുതലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് കേട്ടു. ശരിയാണോ വൈശാഖ? അത് എനിക്ക് കമന്റ് ചെയ്യാൻ അറിയില്ല. വി റിയലി ഡോണ്ട് നോ. പരിമിതിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിലും ഡോക്ടർ വൈശാഖ വന്നിട്ട് ഹോസ്പിറ്റലിന് പേഷ്യൻസിനെയും ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ സുരക്ഷയുണ്ടല്ലോ അല്ലേ? ഇല്ല, വി ആർ നോട്ട് ഷുവർ. വി കുഡ് ബി അറ്റാക്ട്. നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ ആ പേടിയിലും അങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, എങ്ങോട്ട് ഓടണമെന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഈവൻ ദെൻ വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദ പ്രൊട്ടസ്റ്റ്. തീർച്ചയായിട്ടും ആ പ്രതിഷേധത്തിന് ഞങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട്. ഞങ്ങളുടെയും കൂടുതൽ റിപ്പോർട്ടർമാർ ആ ഭാഗത്തെത്തും. തീർച്ചയായിട്ടും നമുക്ക് ഈ വിവരം ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ പോലും നമുക്ക് ഈ വാർത്ത മറ്റു മാധ്യമങ്ങൾക്കൊപ്പം റിപ്പോർട്ടറും സംപ്രേഷണം ചെയ്യും. താങ്കൾക്ക് ആനന്ദബോസിനെ കാണേണ്ട സമയമാണെന്ന് എനിക്കറിയാം. ഒന്ന് പോയി വരൂ, ഗവർണറുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കൂ. കൂടുതൽ ഫോഴ്സിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിനിധി ആദിലും ഇതിപ്പോൾ ഗവർണറെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആദിൽ നിങ്ങളുടെ വിവരങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഞങ്ങളും നാളെ ഗവർണറുമായി രാവിലെ സംസാരിക്കുന്നുണ്ട്, ആനന്ദബോസുമായി. നാളെ വൈശാഖ രാവിലെ മോർണിംഗ് ഷോയ്ക്ക് വൈശാഖ പറ്റുമെങ്കിൽ നേരിട്ട് നമുക്ക് ആനന്ദബോസുമായി സംസാരിക്കാം. കഴിയുമെങ്കിൽ ലൈവിൽ വരണം. ആനന്ദബോസുമായി നമുക്ക് രാവിലെ സംസാരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു വൈശാഖ. നമ്മളുടെ പ്രതിനിധി ഇപ്പോൾ ആദിൽ പാലോട് ആനന്ദബോസിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വൈശാഖ പറഞ്ഞതുപോലെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്ക് ഒപ്പം ഡോക്ടർ ഉണ്ണി ആർ പിള്ളയുണ്ട്. മെഡിക്കൽ PG അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഉണ്ണി ആർ പിള്ള. ഈ വിവരണങ്ങൾ കേട്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ അത്തരം സുരക്ഷ ഉറപ്പാക്കാനും ഇത്തരം ഇടപെടലുകളൊക്കെ വേഗത്തിലുണ്ടാവും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കിനിയും നിശ്ചയമായിട്ടില്ല. ഒരു ആശുപത്രിയിൽ ക്രൂരമായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി റേപ്പ് ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടുന്നു. ആ ആശുപത്രി അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ടെത്തുന്നു. അത് ആ കൊല ചെയ്യപ്പെട്ടുള്ള പ്രതിഷേധമല്ല, തെളിവുകൾ നശിപ്പിക്കത്തക്ക രീതിയിൽ അവിടേക്കൊരു മോബ് ഇരച്ചു വരുന്നു. ബാക്കിയുള്ള വൈശാഖയെ പോലെയുള്ള പെൺകുട്ടികളെ ഡോക്ടർമാരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഡോക്ടർ ഉണ്ണി ആർ പിള്ള, മെഡിക്കൽ PG അസോസിയേഷന്റെ സമരത്തിന് കാരണമുണ്ടെന്നത് വ്യക്തമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരം രീതികളുടെ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നാളത്തെ സമരത്തിലൂടെയും? കൊൽക്കത്തയിൽ നടന്ന സംഭവങ്ങളുടെ ഒരു സംഭവ വികാസങ്ങൾ ആരെയും പറഞ്ഞറിയിക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടറിൻ്റെ ലൈവിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പോലും കൃത്യമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കൊൽക്കത്തയിലെ ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത്. അതിൽ
എന്ത് സർക്കസാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നതെന്നാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാവാത്തത്. കാരണം ഇത്ര അതിദാരുണമായ ഒരു സംഗതി അവിടെ അരങ്ങേറുന്നു. അതിൽ 6-7 ദിവസങ്ങൾക്ക് ശേഷവും കൃത്യമായി പ്രതികളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പ്രതികളുടെ കാര്യത്തിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അവിടുത്തെ അന്വേഷണ സംഘം. അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി തെരുവിൽ പ്രതിഷേധം നടത്തുകയാണ്. എങ്ങനെയാണ് അവിടെ ഒരു മുഖ്യമന്ത്രിക്ക് കൃത്യമായി ഉത്തരം തരേണ്ട മുഖ്യമന്ത്രി പ്രതിഷേധ പ്രകടനം നടത്തേണ്ടതാണോ അവിടെ ചെയ്യേണ്ടത്? ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി കൃത്യമായി പ്രതികളെ മുന്നോട്ട് കൊണ്ടുവന്ന് കൃത്യമായി അതിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ അവിടെ ഇത്ര വലിയൊരു പ്രശ്നം നടന്ന് അത് മറച്ചുവെക്കാൻ ശ്രമിച്ച അധികാരികളെ പുറത്താക്കി അതിനെതിരെ നടപടിയെടുക്കേണ്ട മുഖ്യമന്ത്രി അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുകയാണോ വേണ്ടത് എന്ന് എനിക്കറിയില്ല. നേരത്തെ നമ്മുടെ ഒരു സമരമുറയുടെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീ അരുൺകുമാർ തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾ വേറെ അല്ലെങ്കിൽ ഡോക്ടർമാർ വേറെ എന്നൊരു ഡിവിഷൻ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളും പൊതുജനങ്ങൾക്കുള്ളിൽ വരുന്ന ആൾക്കാരല്ലേ, പൊതുജനങ്ങളുടെ ഉള്ളിൽ എന്തുകൊണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്തുന്നത്? ഞങ്ങൾ മറ്റൊരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഡോക്ടർമാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് മറ്റെന്തോ ഒരു ഗ്രൂപ്പാണ് എന്ന രീതിയിലേക്ക് എന്തുകൊണ്ട് അതിനെ അങ്ങനെ പരിഗണിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഒരു പെൺകുട്ടി അതിന്റെ തൊഴിലിടത്തിൽ സംഭവിക്കുന്ന ഒരു അനീതിയാണ്. തൊഴിലിടത്തിൽ കൂട്ടബലാത്സംഗത്തിന്റെ ഒന്ന് കൊല്ലപ്പെടുന്നു, അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിലേക്കോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ നടന്ന എന്തോ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലേക്കല്ല ചർച്ചകൾ പോകേണ്ടത്. ഇതിപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റെടുത്തു, ഇവിടുത്തെ പൊതുജനങ്ങൾ കുറച്ചും കൂടി ഇങ്ങനൊരു വിഷയം നടന്നു, അതൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്, നമ്മൾ പ്രതികരിക്കേണ്ട ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ സന്തോഷം എന്നെനിക്ക് ഒരു വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ ഇപ്പം സാധിക്കുന്നില്ല, എങ്കിലും ആശാവഹമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചയിൽ 36 മണിക്കൂർ ഒരു ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഡോക്ടർ ഉണ്ണിയാർ ഉന്നയിച്ച ആ പ്രശ്നങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും അതിന് ചാർജ് ഉണ്ടായിരുന്ന ആളുകളെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആരെയും നമുക്ക് ടെലിഫോൺ ലൈനിൽ കിട്ടിയിട്ടില്ല. ഈ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് അപ്പാടെ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഡോക്ടർ ശ്രീജിത്ത് കുമാർ തുടരുക, ഡോക്ടർ ഉണ്ണിയാർ പിള്ളയും നിങ്ങൾ തുടരുക. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി വരാം. എന്താണ് RG-കാർ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഏകദേശ ധാരണയായിട്ടുണ്ടാകുമല്ലോ. ഒന്ന്, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി അതിക്രൂരമായി 36 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം വിശ്രമിക്കാൻ വേണ്ടി സെമിനാർ ഹാളിൽ പോകേണ്ടി വന്നപ്പോൾ അവിടെ വെച്ച് അതിക്രൂരമായി രാത്രിയിൽ ആക്രമിക്കപ്പെടുക, ക്രൂരമായി ബലാത്സംഗത്തിനിരയാവുക, ഒടുവിൽ അവൾ കൊല ചെയ്യപ്പെട്ടതിനു ശേഷം പിറ്റേന്ന് പുലർച്ചെ അവളുടെ മരണവാർത്ത പുറത്തറിയുമ്പോൾ അതൊരു ആത്മഹത്യയാണ് എന്ന രീതിയിൽ അധികൃതർ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് എത്തിക്കുക. അർദ്ധനഗ്നയായി ശരീരത്തിൽ രക്തം വാർന്ന് ചെവിയിലും കഴുത്തിലും അടക്കം 20ഓളം മുറിവുകളുമായി കിടന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് രക്ഷിതാക്കളോട് എങ്ങനെയാണ് ഒരു അധികൃതർക്ക് പറയാൻ കഴിയുക? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ അച്ഛനും അമ്മയും അധികൃതർ തകർന്നുപോയി. അച്ഛനും അമ്മയും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഈ കുട്ടിയുടെ ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു, തലയ്ക്ക് പരിക്കേറ്റു, മൂക്കിലും പരിക്കേറ്റിരുന്നു, ചെവിയും ചുണ്ടും അടക്കമുള്ള ഭാഗങ്ങളിലും ക്രൂരമായ പരിക്കുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ 180 മില്ലിഗ്രാമോളം വരുന്ന പുരുഷന്റെ ഈ സ്പേം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരുപാട് പേർ അതിന് പിന്നിലുണ്ടാകാം. അതൊരു കൂട്ടബലാത്സംഗത്തിനിരയായതിനു ശേഷമാണ് തൻ്റെ പ്രിയപ്പെട്ട മകൾ കൊല ചെയ്യപ്പെട്ടത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം ആ രക്ഷിതാക്കൾ അറിയുന്നത്. അതിനുശേഷം അതൊരു നിയമ നടപടികളിലേക്ക് അന്വേഷണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിയിലെ വിഭാഗം തന്നെ ആ കോളേജെത്തി അടിച്ചു തകർക്കുക, അവിടെയുള്ള മറ്റ് വിദ്യാർത്ഥി അധ്യാപക സുഹൃത്തുക്കളെ പ്രതിഷേധിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക, തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയിൽ അവർ എമർജൻസി മെഡിസിൻ്റെ കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറുക, അവിടെയുള്ള കെട്ടിടങ്ങൾ നശിപ്പിക്കുക, അവിടെയുള്ള കസേരയും മറ്റു സാധനങ്ങളും തല്ലി തകർക്കുക, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ട, നടപടിയെടുക്കേണ്ട മുഖ്യമന്ത്രി തന്നെ സമരം ചെയ്യുക എന്നുള്ളതാണ്. ആരോടാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ള വിഷയം തന്നെയാണിത്. നമ്മളോടൊപ്പം ഡോക്ടർ വൈശാഖ വാസുദേവ നേരത്തെ വിശദീകരിച്ചതുപോലെ ഒരു ആശുപത്രിയിൽ തുടർച്ചയായി 36 മണിക്കൂർ ഡ്യൂട്ടി എടുക്കേണ്ടി വരിക, അതിനുശേഷം ആ ആശുപത്രിയിൽ 36 മണിക്കൂർ ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമിക്കാനൊരു സൗകര്യമില്ലാതിരിക്കുക, ക്രൂരമായി കൊല ചെയ്യപ്പെടുക, ആശുപത്രി അടിച്ചു തകർക്കുക. ഡോക്ടർ ശ്രീജിത്തൻ, ഇത് ബംഗാളിൽ മാത്രം നടക്കുന്നതാണോ? ഇന്ത്യയിൽ പലയിടത്തും ഇതേ അവസ്ഥയല്ലേ?
തീർച്ചയായിട്ടും അതുകൊണ്ടാണ് IMA ഇതിനെ ദേശീയ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും ദേശവ്യാപകമായിട്ടുള്ള ഈ പ്രക്ഷോഭ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും അതുപോലെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അടുത്തും അതുപോലെ പിന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയോടും ഒക്കെ നാം സംസാരിക്കുകയും കഴിയുന്നത്ര സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പിന്നെ നമ്മുടെ ഡോക്ടർ വൈശാഖ എന്ന് പറഞ്ഞ ഒരു കൊച്ചുമകള് സംസാരിക്കുമ്പം അവർ പറഞ്ഞ ഒരു വരി ശ്രദ്ധിച്ചുവോ എന്ന് എനിക്കറിയില്ല. ദിസ് ഇസ് റുട്ടീൻ ഹിയർ, ഇറ്റ് ഈസ് യൂഷ്വൽ, ഇറ്റ് ഈസ് നോർമൽ എന്ന വാക്കാണ് ആ കുഞ്ഞ് ഉപയോഗിച്ചത്. അതായത് 24, 36, 48, 72 മണിക്കൂറും ഒക്കെ തുടർച്ചയായി ജോലി ചെയ്യുന്നത് നോർമലാണ് എന്നൊരവസ്ഥയാണ്. ഏത് തൊഴിൽ മേഖലയിലാണ് അത് ഉണ്ടാകുന്നത്? നമുക്ക് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബെഞ്ചിലാണോ അവർ തളർന്നുറങ്ങേണ്ടത്? അവർക്ക് ഒരു ശുചിമുറി പോലും ലഭ്യമാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമല്ലേ ഉള്ളത്? അത് നമ്മൾ മനസ്സിലാക്കണം. ശരിയാണ്, ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം അവിടെ എത്തിയതെല്ലാം ഡോക്ടർമാരാണ്. അപ്പോൾ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുവാൻ ട്രെയിൻ ചെയ്യപ്പെട്ടവരാണ് ഞങ്ങൾ. പേഷ്യൻസിന് വേണ്ടി ഏത് അർദ്ധരാത്രിയും ഉറക്കഴിയുവാൻ തയ്യാറുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു ശുചിമുറി, ഒരു കിടക്കാനായിട്ട് ഒരു കട്ടിൽ, അവർക്ക് ഭയമില്ലാതെ ഉറങ്ങാൻ. ഇപ്പോൾ ആ കുഞ്ഞ് തന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വിഷമമാണ് ഉണ്ടാകുന്നത്. ഒരു ഗേറ്റ് പോലും അവിടെ ഇല്ല. എങ്ങനെയാണ് അവർ? ഞാൻ തന്നെ ഇന്നലെ ഇറങ്ങിയ ഒരു വീഡിയോയിൽ ഒരു കൊച്ചുമകൻ, ഈ 25-28 വയസ്സുള്ള ഒരു ജൂനിയർ റെസിഡൻറ്റ് തൊഴുതുകൊണ്ട് പറയുകയാണ്, പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ, പ്ലീസ് ഞങ്ങൾ ഇതിനകത്ത് ഒളിച്ച് പിന്നെ അടിയും പേടിച്ചിരിക്കുകയാണ്, രക്ഷിക്കൂ. ഈ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് എങ്ങനെ ഉണ്ടാകുന്നു? അതുപോലെ ഒരു ഡോക്ടറാകാൻ വേണ്ടി 25 ലക്ഷത്തിലധികം മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എൻട്രൻസ് എഴുതുന്നത്. അതിൽ എത്ര പേർക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്? അതിൽ തന്നെ എത്ര പേർക്കാണ് PG ചെയ്യാൻ സാധിക്കുന്നത്? അവർ തന്നെ ഇത്രയും ഡ്യൂട്ടി ചെയ്തിട്ട് ഈ കുട്ടിയുടെ തന്നെ ഡയറി ഇന്നലെ കണ്ടുവല്ലോ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഗോൾഡ് മെഡൽ വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്രത്തോളം അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സമൂഹത്തിനെ നിരന്തരം സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ രാജ്യം ഈ രീതിയിൽ പ്രതിഷേധിച്ചാൽ മതിയോ? പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടർ ഉണ്ണിയാർപിള്ള. തീർച്ചയായിട്ടും ഈ ഡോക്ടർമാരുടെ സമരങ്ങളോട് പൊതുവെ പൊതുസമൂഹത്തിന് ഒരു വ്യത്യസ്തമായ നിലപാടുണ്ട്. പക്ഷേ വന്ദനാദാസിന്റെ കൊലപാതകത്തിനു ശേഷവും ഈ ഡോക്ടർമാർ ഇടയ്ക്കിടെ അതിക്രമത്തിന് വിധേയരാകുന്നു എന്നുള്ളത് സമൂഹത്തിന് തന്നെ ധാരണയുള്ള കാര്യവുമാണ്. മാത്രവുമല്ല, ഈ വിവരം വേണ്ടത്ര രീതിയിൽ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമുണ്ട്. കാരണം ഡൽഹിയിലെ നിർഭയേക്കാൾ അതിക്രൂരമായ രീതിയിലാണ് ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അനാസ്ഥ കാരണം കൊണ്ടുകൂടി. ഈ പെൺകുട്ടിക്ക് 36 മണിക്കൂർ ഡ്യൂട്ടി വന്നത് തന്നെ ആദ്യത്തെ തെറ്റ്. അതിനുശേഷം വിശ്രമിക്കാൻ ഒരു സുരക്ഷാ സംവിധാനത്തോടു കൂടിയ ശുചിമുറി അടക്കമുള്ള വിശ്രമമുറി ഇല്ലാതിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ വീഴ്ച. 3, ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സംവിധാനങ്ങൾ അവിടെ ഉറങ്ങിപ്പോയി എന്നുള്ളത്. 4, മരണാനന്തരവും ആ പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. അല്ലേ ഡോക്ടർ ഉണ്ണിയാർപിള്ള? തീർച്ചയായിട്ടും അതെ. അത്തരത്തിലൊരു അതിദാരുണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനകത്ത് കുറച്ചൊരു വീഡിയോസ് പബ്ലിക്കിൽ വന്ന ഇതിൻ്റെ ഒരു കുട്ടിയുടെ ഒരു മൃതദേഹം കണ്ട ശേഷം കുട്ടിയുടെ ഒരു റിലേറ്റീവ് വന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപിച്ചിരുന്നു. അത്ര ദയനീയമായ ഒരു സാഹചര്യത്തിലായിരുന്നു അവർ ആ ബോഡി കാണുന്നത്. അത് ഒരു മരണം നടന്നൊരു 3 മണിക്കൂറിന് ശേഷം കാത്തിരുന്നിട്ട് കുട്ടിയുടെ പിതാവും മാതാവും അടക്കമുള്ള ബന്ധുക്കൾ പോയിട്ട് ആ ബോഡി കാണുമ്പോൾ, എന്നിട്ട് അതിനുശേഷം അവർ വന്ന് വിവരിക്കുന്നത്, ആ കുട്ടിയുടെ ഒരു ശോചനീയ അവസ്ഥ വിവരിക്കുന്നത് അതിദാരുണമാണ്. കേട്ടിരിക്കാൻ പോലും കഴിയാത്തത്ര ഒരു മോശം സാഹചര്യമാണ് അവർ വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് മറ്റൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ള, ശ്രീ അരുൺകുമാർ 36 മണിക്കൂർ എന്ന് കേൾക്കുമ്പോൾ ഒരു അതിശയം രേഖപ്പെടുത്തിയതായിട്ട് എനിക്ക് മനസ്സിലായി. അവർ അതിശയം രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു വെസ്റ്റ് ബംഗാളിൽ നടന്നൊരു കാര്യമാണ്. 36 മണിക്കൂർ ജോലി ചെയ്യുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് വെസ്റ്റ് ബംഗാളിൽ എന്നല്ല. വെസ്റ്റ് ബംഗാളിലല്ല, അത് വെസ്റ്റ് ബംഗാളിലും മാത്രം നടക്കുന്ന ഒരു സംഗതിയല്ല. ഇന്ത്യ ഒട്ടാകെ, അതിങ്ങ് കേരളം മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെയുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലും നടക്കുന്ന ഒരു സംഗതിയാണ്. 36 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ നോർമലാണ് ഒരു മെഡിക്കൽ PG വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഈ 36 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടൊരു കാഷ്വാലിറ്റി എടുക്കേണ്ടി വരുന്നു. അതിനുശേഷം അതിനോടനുബന്ധിച്ച് തന്നെ ഒരു എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ വീണ്ടും ഒരു 24 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയി ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ ഒട്ടാകെ ഉള്ളത്. അതൊരു കേരളത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു വെസ്റ്റ് ബംഗാളിന്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു ഡൽഹിയുടെ കാര്യമോ മാത്രമല്ല. ഡോക്ടർ ഉണ്ണിയാർ, ഇതടക്കമുള്ള ആവശ്യങ്ങൾ നിങ്ങൾ നാളത്തെ IMAയുടെയും നിങ്ങളുടെയും സമരത്തിൽ ഉന്നയിക്കുന്നുണ്ടോ? ഈ 36 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഡ്യൂട്ടി ഇടുക, 48 മണിക്കൂർ വരെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുക, അതൊക്കെ രാജ്യത്തെ ഒരു തരത്തിലുള്ള തൊഴിൽ നിയമത്തിനും അനുസൃതമായിട്ടല്ല.
തീർച്ചയായിട്ടും അതെ. അത് ഈവൻ കേരളത്തിലെ ഒരു റെസിഡൻസ് മാനുവൽ എന്ന് പറഞ്ഞൊരു സർക്കാരിൻ്റെ ഒരു പുസ്തകമുണ്ട്. റെസിഡൻസ് മാനുവൽ എന്നാണ് അതിൻ്റെ പേര്. റെസിഡൻസ് മാനുവലിൽ പോലും പറയപ്പെടുന്നത് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യിക്കാം, അതിനോടൊപ്പം ഇഫ് നീഡഡ് ഒരു 6 മണിക്കൂർ കൂടി ആഡ് ഓൺ ചെയ്യാം, അത് കണ്ടിന്യൂസ് ആയിട്ട് 30 മണിക്കൂർ വർക്ക് ചെയ്യിക്കാം എന്ന് ഒരു സർക്കാർ പുസ്തകത്തിൽ തന്നെ, ഒരു സർക്കാർ നിയമത്തിൽ തന്നെ അടിച്ചു വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ അവലോകനങ്ങൾ നടത്തുകയും ഇംപ്രൂവ്മെന്റ് ഇല്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. അതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഈ പറയുന്ന ഒരു 30 മണിക്കൂർ എന്നുള്ളത് മാറ്റി കൃത്യമായി അതിനകത്തൊരു മാറ്റം ഉണ്ടാവണം. ഈ റെസിഡൻസ് മാനുവലിൽ പുതുക്കണമെന്ന് നമ്മുടെ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. അതിൽ KMPGയുടെ പ്രതിനിധികളും സർക്കാർ പ്രതിനിധികളും DME തലത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഒരു റെസിഡൻസ് മാനുവലിന്റെ ഒരു റിവിഷൻ ഉടനെ തന്നെ ഉണ്ടാവും. അതൊക്കെ ഒരു ആശാവഹമായ കാര്യമാണ്. കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി സിസ്റ്റംസ് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതും ഞങ്ങൾക്ക് ആശാവഹമായ കാര്യമാണ്. പക്ഷെ അപ്പോഴും അതൊരു അഡിക്വേറ്റ് അല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി ഓഡിറ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ വലിയ രീതിയിൽ മോഹിച്ചെത്തുന്ന ഒരു പദവി, ഒരുപാട് സാമൂഹിക സേവനം നൽകുന്ന ഒരു പദവി, വേണ്ടത്ര അംഗീകാരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് മൂല്യമൊക്കെ ഉണ്ടെങ്കിലും സുരക്ഷ വരുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ വൈകാരിക ആക്രമണങ്ങൾക്ക് നിങ്ങൾ ഇരയാകേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. അതിലും ക്രൂരമാണ് നമ്മളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട ഒരു അനുജത്തി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടുമ്പോൾ അതിനോടൊരു സിസ്റ്റം പ്രതികരിച്ച രീതി അത് പ്രതിഷേധാർഹമാണ്. ഒരു പാർട്ടിയുടെയും കൊടിക്കുറ നോക്കിയല്ല നമ്മൾ പ്രതികരിക്കുന്നത്. അവിടെ മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയുടെ സർക്കാർ അതിദയനീയമായ പരാജയമാണ് എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചു പറയേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ആ സിസ്റ്റം അവിടെ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ വൈശാഖ അടക്കമുള്ള വിദ്യാർത്ഥിനികൾക്ക് നമ്മുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് വിറച്ചുകൊണ്ട് പറയേണ്ടി വരുന്നത് ഞങ്ങൾ ഇപ്പോഴും തീരെ സുരക്ഷിതരല്ല. ഹൈക്കോടതി ചോദിച്ച ചോദ്യം മാത്രമേ നമുക്ക് മമതാ ബാനർജിയോടും ചോദിക്കാനുള്ളൂ. ഒരു സിസ്റ്റത്തെ, ഒരു ആരോഗ്യ സംവിധാനത്തെ സംരക്ഷിച്ചു പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പണി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. Debate with Arun Kumar.